വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ ചടങ്ങിന് കാരണഭൂതരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ായ ഒരു സംരംഭത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നിശബ്ദതയുടെ ഒരു ലോകം, അതിലും ഭയാനകമായ മറ്റൊന്നുണ്ടോ എന്ന സംശയമാണ്. പേടിക്കാനൊന്നുമില്ല. നമുക്കൊരു ചെറിയ ഓപ്പറേഷൻ വേണ്ടി വരും. പിന്നെ സ്ഥിരമായിട്ടൊരു ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കേണ്ടി വരും. സാരമില്ല, നമുക്കിത് ശരിയാക്കാം. അടുത്തതായി ഡോക്ടർ ഡേവിഡ് പീറ്ററിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മകൾ അലയടിച്ചു വരികയാണ്. ഈ സഹോദരങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള എന്നെ തന്നെയാണ്. പ്രകൃതിയുടെ സംഗീതവും ആഘോഷങ്ങളുടെയും ആൾക്കൂട്ടങ്ങളുടെയും ആരവങ്ങളും അന്യമായിരുന്ന എൻ്റെ ബാല്യം. സ്നേഹനിധികളായ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യത്തോടെയുള്ളൊരു വിളി കേൾക്കാൻ എൻ്റെ കുഞ്ഞു മനസ്സ് വെമ്പൽ കൊണ്ടിരുന്ന എൻ്റെ ബാല്യം. വെറുമൊരു അലങ്കാരമായി മാത്രം എന്തിനീ ചെവികൾ എനിക്ക് തന്നുവെന്ന് സർവേഷനോട് പരാതി പറഞ്ഞിരുന്ന എൻ്റെ ബാല്യം. ഇന്ന് ഈ ലോകം മുഴുവൻ നമ്മുടെ കൈവിരൽ തുമ്പിലുണ്ട്. അതിനാൽ തന്നെ ഇന്നത്തെ പുതുതലമുറയുടെ കാഴ്ചയും കേൾവിയും ആ കൈവിരൽ തുമ്പിലേക്ക് മാത്രമായി പലപ്പോഴും ഒതുങ്ങിപ്പോകുന്നു. നമുക്ക് ചുറ്റുമുള്ള സ്വരമധുരമായ ശബ്ദങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും നിങ്ങൾ കാതോർക്കണം. എന്നാൽ നിങ്ങളുടെ കാതുകൾ ആ മധുരമായ ശബ്ദങ്ങളും സംഗീതവും മാത്രമല്ല, നിങ്ങളുടെ സഹോദരങ്ങളുടെ തേങ്ങലുകൾ കൂടി കേൾക്കണം. ആ കരച്ചിലുകൾ വെറും തരംഗങ്ങളായി നിങ്ങളുടെ കാതുകളിൽ വീഴാനുള്ളതല്ല. ആ തേങ്ങലുകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ നാവുകൾ അവർക്ക് വേണ്ടി സംസാരിക്കണം. നിങ്ങളുടെ കൈകാലുകൾ അവർക്ക് വേണ്ടി ചലിക്കണം. അങ്ങനെ തുറന്ന കണ്ണുകളോടും കാതുകളോടും കൂടി നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെ അറിയണം. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകണം നിങ്ങൾ, അല്ല ഗർജനമാകണം നിങ്ങൾ. You should be the voice of the voiceless.